ഇത്രയും ചെറിയ ഇടത്ത് വരുമ്പോൾ ഒന്നി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇത്രയും വലിയ, അതായത് ഇന്ത്യ ഒട്ടാകെ ഇളകി വരുമ്പോൾ അത് ഒരുക്കി വെക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ കൂടെ ഉണ്ടല്ലോ. അതൊക്കെ പാലിക്കാതെ പോകുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്ന കാര്യമാണ്, അത് നടക്കുമോ, പ്രാക്ടിക്കൽ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവിടെ ഒരു വ്യക്തത ഇവരെയും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവിടെയും പറയുന്നത് മെസ്സി വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ തന്നെ രാഷ്ട്രീയം ഉണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറഡോണ നമ്മുടെയൊക്കെ എന്റെ കാലഘട്ടത്തെ ഹീറോ. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ബാജിയോ അല്ലെങ്കിൽ ക്ലിൻസ്മാൻ, ആ ഒരു കാലഘട്ടം. മറഡോണ അതിന് തൊട്ടുമുള്ള കാലഘട്ടം. ആ മറഡോണ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്നപ്പോൾ പോലും കാണികൾ ആ ആരാധക കൂട്ടം നമ്മൾ കണ്ടതാണ്. അപ്പൊ കറന്റ്ലി മിഷിഹ എന്ന് വിളിക്കുന്ന മെസ്സിയും അർജന്റീന ടീമും ഇവിടെ വരികയാണെങ്കിൽ മെസ്സിയോളം ആരാധിക്കുന്ന ആൾക്കാരെ ഡീപ്പോളും മാർട്ടിനസും ഒക്കെ അവരൊക്കെ ഉൾപ്പെട്ട ഒരു ടീം വരുമ്പോൾ ഈ കേരള ജനത മൊത്തം ഇളകും. ഇവരെങ്ങനെ നിയന്ത്രിക്കും? ഗതാഗതം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ഇത്രയും കാണികളെ ഉൾക്കൊള്ളാൻ, കാണികളെ എന്തായാലും ആ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റും. നേരത്തെ പറഞ്ഞാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്ന അപകടത്തിന് വേറെ അതിനേക്കാളും വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫുട്ബോളിനെ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമുക്ക് മെസ്സിമാരെ ഉണ്ടാക്കാം. നമ്മൾ മെസ്സിമാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ രാജ്യങ്ങൾ നമ്മൾ ക്ഷണിക്കാതെ തന്നെ അവർ ഇങ്ങോട്ട് കളിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ലോങ് ടേം വിഷൻ ഇല്ലാതെ വെറുതെ നമ്മൾ ഒരു വോട്ടിന് വേണ്ടിയിട്ട് മെസ്സി വരൂട്ടോ എന്ന് പറയുന്നതിനോട് ശരിക്കും അതൊരു എന്താ പറയാ, ഒരു പ്രഹസനം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വലിയ എളുപ്പമാണ്. നമ്മളെ തരം താഴ്ത്തുക, പ്രൊമോഷൻ ചെയ്യുക, ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുക, അതൊക്കെ സാധിക്കും. പക്ഷെ മെസ്സി അത് സാധിക്കൂ? നേരത്തെ പറയണം 130 കോടി രൂപ ആണ് എന്ന് പറഞ്ഞു. മെസ്സി 5 പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 150 കോടി രൂപയാണ്. അദ്ദേഹത്തിന് മാത്രം. നമ്മൾ ഈ ടീമിനാണ് 130 കോടി കൊടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞ വ്യക്തി മാത്രം ഒരു 5 ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 150 കോടി. തിങ്ക് ചെയ്യുക, പൈസ അല്ല, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്.